ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കേ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. കിള്ളി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം ചെമ്മീൻ ഉണ്ടായിരുന്നു. കിള്ളി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇത് പകുതി ഞാൻ വേവിച്ച് വെച്ചിരിക്കുവാണ്. പകുതി ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്, വടംപുളി. അതിട്ട് വേവിച്ചേക്കണേ, മഞ്ഞപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. പകുതി വേവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളിയല്ല എടുത്തേക്കുന്നത്, 2 സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് തേങ്ങാക്കൊത്ത് വേണം ഇതിന്. 2 പച്ചമുളക്, ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചെടുത്തേക്കണോനെ. പിന്നെ തക്കാളി, ഒരു തക്കാളി നുറുക്കിയെടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വയ്ക്കാം, സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിക്കോട്ടെ. ഒരുപാട് ദിവസമായി ഞാൻ ചെമ്മീൻ ഓടി നടക്കുന്നത്. എനിക്ക് ഇന്നലെ കിട്ടിയതാണ് ചെമ്മീനായിട്ട്. അപ്പം ഞാനത് ഇന്നലെ എനിക്ക് സമയം ഉണ്ടായില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഇതിനായിട്ട് തന്നെ സമയം കണ്ടെത്തിയേക്കുവാണ്. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചട്ടി ചൂടാകണം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, അപ്പോൾ ഇത്തിരി താമസം പിടിക്കും ചൂടാകാൻ വേണ്ടിയിട്ട്. ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ചെമ്മീൻ വളർത്തുന്നതിന് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഉള്ളൂ. ഓയിലൊന്നും ഒഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഒരു പകുതി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് വേവിച്ചാലും കുഴപ്പമില്ല ചെമ്മീൻ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് വേകും. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഉള്ളിയല്ല. ഉള്ളി നല്ല ടേസ്റ്റാണ് ഉള്ളി ഇട്ടാലും, പക്ഷെ സവാളയാണ് എടുത്തേക്കണം ഞാൻ. ഒന്ന് വഴന്ന് വരട്ടെ തേങ്ങാക്കൊത്ത്. തേങ്ങക്കൊത്തിൻ്റെ പച്ചച്ചവ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് എണ്ണയിലിട്ട് വഴറ്റുന്നത് കേട്ടോ. പക്ഷെ ഇത് ചെമ്മീൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും മതി. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഉണ്ട്, അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചെറിയ പച്ചമുളക്.
സവാള വേഗം വഴന്ന് വരാനായിട്ട് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ചെമ്മീൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ശകലം കൂടി വഴന്നിട്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ റോസ്റ്റ് ഉണ്ടെങ്കിൽ എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കാം നമുക്ക്. എനിക്ക് ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ റോസ്റ്റ്. എൻ്റെ പാത്രം ഇത്തിരി ചോറ് തിന്നാൽ മതി, അത്രയും ടേസ്റ്റാണ് ചെമ്മീൻ. ഇത്തിരി ഒന്ന് താത്തിക്കൊടുത്ത് ഇവിടെ തക്കാളി ഒന്ന് വഴന്ന് കിട്ടണം നമുക്ക്. തക്കാളി വഴന്ന് വരട്ടേക്കാം. ഇതിൻ്റെ കൂടെ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് വേവിച്ചതാണ്, എന്നാലും കുറച്ചും കൂടി ഇടണം. ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ശകല എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ പോരായിണ്ട്. ഇതെല്ലാം വഴന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെമ്മീൻ തട്ടിക്കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കഴുകി എടുത്ത് ഒഴിക്കാം. അരപ്പെല്ലാം കൂടി ചെമ്മീൻ പിടിച്ച്
പിന്നെ ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. നമ്മുടെ ഈ ഇവിടെ നിന്ന് പിടിക്കുന്നതാണ് ഈ ആറ്റിൽ നിന്ന്. ഇപ്പുറത്തെ പുഴയാണ് ഞങ്ങളുടെ ഇപ്പുറത്ത്. അവിടെ നിന്ന് മീൻ വലക്കാർ പിടിക്കുന്നതാണ് ഈ ചെമ്മീൻ. അപ്പം ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് റോസ്റ്റ്. അപ്പം നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാം പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഒക്കെ നല്ല മണവും ഗുണവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് ആ പാത്രത്തിൽ തന്നെ തട്ടിക്കൊടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ആക്കുവാണ്. ഈ പാത്രം മാറ്റി വയ്ക്കാം. ഇത് ഇത്തിരി ചോറൊക്കെ ഇട്ട് തുടച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീൻ കിട്ടുമ്പോൾ നല്ല റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.